ഈശ്വരോ ഇതെന്തൊരു പാട്, പിണറായിയെ മുണ്ട് ചതിച്ചു. ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയണേ. മുണ്ടുടിപ്പിക്കുക MLA-മാരെ പറഞ്ഞേക്കോ. പിണറായി വിജയനെ മുണ്ട് ചതിച്ചു. ഒരു മാറ്റവും ഇല്ലല്ലോ. പ്രവർത്തകരായിട്ടുള്ള രാഷ്ട്രീയക്കാർ പലപ്പോഴും മുണ്ട് അഴിച്ചിട്ടാണ്, അതായത് മുണ്ട് മടക്കി കുത്താതെയാണ് നടക്കുക. പിണറായി വിജയനും അത്തരത്തിൽ മുണ്ട് അഴിച്ചിട്ട് നടക്കുന്ന ആളാണ്. അദ്ദേഹം മുണ്ട് മടക്കി കുത്തിയത് അത്യപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലേക്ക് വന്നതോടുകൂടി ഈ മുണ്ട് അഴിച്ചിട്ടാണ് സ്ഥിരം നടക്കാറുള്ളത്. ഇനി അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഈ വേഷം അദ്ദേഹം മാറും. അദ്ദേഹത്തിന്റെ വയനാട് കള്ളാടി ദുരന്ത സ്ഥലത്ത് പിണറായി വിജയനും കൂട്ടരുമെത്തി. 153 സ്റ്റേറ്റ് ഗാർഡിലാണ് അദ്ദേഹം വന്നത്. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സ്വീകരിക്കാനായി അവിടെ മന്ത്രി AP അനിൽകുമാർ നിൽപ്പുണ്ട്. ഇവര് 3 പേരും ഇറങ്ങുന്നു. അവിടെയാണ് പിണറായിക്ക് പ്രശ്നം പറ്റിയത്. ഈ മുണ്ട് മടക്കി കുത്താനുള്ള പ്രയാസം അദ്ദേഹത്തിന് വന്നു. നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ ഇപ്പോൾ ഈ 10 വർഷത്തെ നിരന്തരമായ ഭരണത്തിന്റെ തുടർച്ച ആവണം. അദ്ദേഹത്തിന് അങ്ങനെ മുണ്ട് മടക്കി കുത്തി പരിചയമില്ല. അപ്പോൾ ഈ ഇനിയാണ് പ്രശ്നം വരുന്നത്. ആദ്യം മുണ്ട് മടക്കി കുത്താൻ അദ്ദേഹം ശ്രമിച്ചു നോക്കുന്നു. ഉടനെ തന്നെ ഒരു സിഗ്നൽ നൽകുന്ന രീതിയിൽ ആദ്യം MV ഗോവിന്ദൻ ഈ മുണ്ട് മടക്കി കുത്തി കാണിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് അങ്ങോട്ട് തൃപ്തിയാകുന്നില്ല. അദ്ദേഹത്തിന് MV ഗോവിന്ദൻ മുണ്ട് മടക്കി കുത്തിയതുപോലെ പിണറായി വിജയന് മുണ്ട് മടക്കി കുത്താനാവുന്നില്ല. അപ്പോഴാണ് തൊട്ടു പുറകിൽ MV ജയരാജൻ മുണ്ട് മടക്കി കുത്തി കാണിക്കുന്നു. എന്നിട്ടും പിണറായി വിജയന് മുണ്ടെടുക്കാൻ കഴിയുന്നില്ല. ഒരു വിധത്തിലാണ് അദ്ദേഹം ഈ മുണ്ട് മടക്കി കുത്തി ഉടുത്തത്. എന്നിട്ട് പോലും അത് ശരിയായില്ല. അത് മുണ്ട് മടക്കി കെട്ടിവെക്കുകയാണ് ചെയ്തത്. സാധാരണ നമ്മൾ മുണ്ട് മടക്കി ഞൊറിഞ്ഞാണ് അകത്തോട്ട് വെക്കുന്നത്. എന്നാൽ ഇവിടെ പിണറായി വിജയൻ ഇങ്ങനെ കെട്ടിയാണ് ഈ മുണ്ട് വെക്കുന്നത്. അദ്ദേഹത്തിന് ഈ 10 വർഷത്തെ ആർഭാട ജീവിതത്തിനിടയിൽ മറന്നുപോയ ഒരു കാര്യമാണോ ഈ മുണ്ട് മടക്കി കുത്തൽ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത്. ഒരു പക്ഷേ ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അങ്ങനെ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ശീലം. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, അതിനുശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അങ്ങനെ മുണ്ട് മടക്കി കുത്തി പൊതുവേദിയിൽ എത്തുന്ന കാഴ്ച ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ഇന്ന് വരെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിലോ ഏതെങ്കിലും ഒരു പൊതുവേദിയിലോ ഒന്നും തന്നെ വന്നിട്ടില്ല. അദ്ദേഹം എപ്പോഴും മുണ്ട് അഴിച്ചിട്ടാണ് നടക്കുന്നത്. അല്പം നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ അല്പം കൂനിയാണ് നടക്കുന്നത്. ആരെയും അങ്ങനെ അങ്ങോട്ട് കയറി ഹെഡ് ചെയ്യാറില്ല, അങ്ങോട്ട് കയറി പരിചയപ്പെടാറില്ല. അദ്ദേഹം സ്വതേ ഒരു ഗൗരവ സ്വഭാവ പ്രകൃതിക്കാരനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മൈക്കിനോട് ചണ്ട കൂടുക, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ.